ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി പലഹാരമാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കറികളുടെ ഒന്നും ആവശ്യമില്ലാതെ വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വൈകിട്ട് സ്നാക്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇവിടെ 3 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു എരിവും ഉണ്ടാവും. ഇനി നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ആ ഒരു കാശ്മീരി മുളക് പൊടി ഒഴിവാക്കിയിട്ട് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് വറുത്ത റവയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ സ്പൂൺ അളവിൽ തന്നെ 1 സ്പൂൺ ചിരകിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഞാനൊരു കയ്യിൽ കൊണ്ട് കോരി കാണിച്ചു തരാം ഇതിന്റെ കറക്റ്റ് പരുവം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് കോരി കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിന്റെ കറക്റ്റ് ഒരു പരുവം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ ഒരു പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നിർബന്ധമില്ല, താല്പര്യമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു ഓയിലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് മൊരിഞ്ഞു വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കൂടി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരുമുരാന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. ഇത് നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. ഇതുപോലെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളൊന്നും വേണ്ടാത്ത ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.